തനിയെ തേങ്ങുന്നിതാ ഇരുളിൽ പൊൻതാരകം ചിരിയിൽ വിരിയുമ്പോഴും പൊഴിയും ഈ ജീവിതം 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 അകലുന്നൊരു ജീവസന്ധ്യയും എരിയുന്നൊരു പകൽ നാളവും മഴനൂലുകൾ ഇഴനെയ്യുമീ കുളിരോർമ്മയും ഇനി നിന്റെയായി അറിയുന്നതും പറയാത്തതും നിറയും കാലം നിന്റെ കാന്തമൗനത്തിൻ നിറനിലാവിൽ ജീവിതം ജീവിതം നന്ദനയ്ക്കെതിരെ ആരോപണവുമായി യതീന്ദ്രൻ. നന്ദനയെ കുറ്റം പറയുന്നതിൽ നിന്നും യതീന്ദ്രനെ വിലക്കുന്ന വസുന്ധര. നന്ദനയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന കാർത്തികയും യതീന്ദ്രനും. വീട്ടുകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് സുമിത്ര മനീഷിനോട്. നന്ദന ഉദയന്നൂരിൽ പോകുന്ന കാര്യം ഉദയനോട് പറയുന്നു. താൻ വയ്ക്കുന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ ഉദയന്നൂരിൽ വിടാമെന്ന് ഉദയൻ. ഇനി തുടർന്ന് കാണുക. ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് കയറിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞാൽ ആ നിമിഷം തിരിച്ച് യാത്രയായിരിക്കും. ഞാൻ മാത്രമല്ല, താനും ഉണ്ടായിരിക്കും ആ കാറിൽ. ശരി, സമ്മതിച്ചു. അല്ല, ഞാനെന്നാ ഉദയന്നൂരിന്ന് തിരിച്ചു വരണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെന്തിനാ മടങ്ങി വരുന്നതിനെ കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കല്? തന്നെയുമല്ല, ഇതാണ് അവസ്ഥയെങ്കിൽ താൻ തിരിച്ചു വരണമെന്നില്ല. ഇതായിരിക്കും മറുപടി എന്ന് എനിക്കറിയായിരുന്നു. പിന്നെ എന്തിനാ ചോദിച്ചത്? നേരിട്ട അഭിപ്രായം ഒന്ന് കേൾക്കാൻ വേണ്ടി. തുറന്നു പറയാലോ, എനിക്കും ഇങ്ങോട്ട് വരണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല. രണ്ടപരിചിതരായി ഒരു കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൽ എത്രയോ കഷ്ടമാ ഒരു മുറിയിൽ ഒന്നിച്ച് ജീവിക്കുന്നത്. എങ്കിൽ അവസാനിപ്പിച്ചൂടെ ഈ സഹനം? എനിക്ക് 100 വട്ടം സമ്മതം. പക്ഷെ അതിന് കഴിയില്ലെന്ന് സ്വയം അറിയാലോ. നിവൃത്തികേടുകൊണ്ട് സഹിച്ചു മുന്നോട്ട് പോവാ. നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യം അത്. വേഷം കെട്ടിപ്പോയില്ലേ, കർട്ടൻ വീഴുന്നവരെ ഇനി ആടാതെ പറ്റില്ല. അമ്മേ. ആഹാ, മോള് ഇത്ര പെട്ടെന്ന് ഒരുങ്ങിക്കഴിഞ്ഞോ? അല്ല, ഉദയനെന്തിയെ? മുറുമുറത്തോണ്ട് മുകളിൽ നിൽപ്പുണ്ട്. എന്താ അവൻ പറയുന്നത്? ഞാൻ വീട്ടിൽ പോകുന്ന നല്ലെന്ന് നേരത്തെ അഭിപ്രായം പറഞ്ഞില്ലേ, അതിപ്പോ അബദ്ധമായി പോയെന്ന് ഉള്ളിലുണ്ട്. എന്നാലൊട്ട് സമ്മതിക്കാനും വയ്യ. ഞാൻ ഇത്ര പെട്ടെന്ന് ഉദയന്നൂരേക്ക് പോകുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഉള്ളത് പറയാലോ, മോളെ ഇവിടെ നിന്ന് വിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഒന്ന് സംസാരിക്കാനും മനസ്സ് തുറക്കാനും എനിക്ക് പിന്നെ ഇവിടെ ആരാ ഉള്ളത്? ഭാഗീരഥമ്മയെ കാണാൻ പോകുമ്പോ വിലക്കാനും വയ്യ. എനിക്കും കൂടെ വരണമെന്നുണ്ട്. എന്നാലും ആഹാ, എന്നാ അമ്മ ഒരുങ്ങ്, നമുക്ക് പോയിട്ട് വരാം. ഇപ്പൊ വേണ്ട മോളെ. തന്നെയല്ല, വിദ്യ ഒരുങ്ങിയിരിക്കല്ലേ നിന്റെ കൂടെ വരാൻ. അമ്മയും മോളും കൂടി ഉദയന്നൂരിലേക്ക് പോകാൻ ഇന്നാള് തൊട്ടേ ആഗ്രഹിച്ചതല്ലേ. അന്ന് സമ്മതിക്കാതിരുന്ന ഉദയനാ. അതിന്റെ പ്രായശ്ചിത്തം എന്ന പോലെ ഇന്ന് ഉദയൻ തന്നെ നിങ്ങളെ അവിടെ കൊണ്ടുവിടട്ടെ. പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞത് ഉദയനോട് പറയല്ലേ.
അത് മതി. പിന്നെ അവൻ ഇടയാൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് യാത്ര മുടക്കും അവൻ. സത്യത്തിൽ ഇപ്പൊ മോളെ ഉദയന്നൂരിലേക്ക് വിടാൻ സമ്മതിച്ചതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. അതെന്താ അമ്മേ? ഉദയനെ ഈ ഇടയായിട്ട് ശകലം മുൻചുണ്ടി കൂടുതലുണ്ട്. ഇടയ്ക്കൊന്ന് അടങ്ങിയതായിരുന്നു, പിന്നെയും തുടങ്ങി അവന്റെ പഴയ പ്രകൃതം. കുട്ടികൾ അധിക പ്രസംഗം കാണിക്കുമ്പോ നമ്മൾ ചെവിക്ക് പിടിച്ച് കിഴുക്ക് കൊടുക്കാറില്ലേ, അതുപോലെ നീ നിന്റെ ഭർത്താവിന് കിഴുക്ക് കൊടുക്കുന്നു, ഞാൻ അതിന് കൂട്ടു നിൽക്കുന്നു. അമ്മയുടെ മോനിതൊന്നും അറിയണ്ട. അറിയരുത്. പിന്നൊരു കാര്യം, പോകുന്നതൊക്കെ കൊള്ളാം. അധിക ദിവസം അവിടെ നിൽക്കാനൊന്നും പറ്റില്ല. ഉടനെ തന്നെ ഇങ്ങ് വന്നേക്കണം. അതോ അമ്മയും മുത്തശ്ശിയും കാണുമ്പോ ഈ അമ്മയങ്ങ് മറക്കുവോ? അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ അമ്മയെ മറക്കുമെന്ന്? ഞാൻ ചോദിച്ചതാ. ഒരിക്കലും ഇല്ല അമ്മേ. അമ്മേ വരുന്നുണ്ട്. വരുന്നുണ്ട്. ഞാനങ്ങ് മറിയങ്ക. വരാൻ ഇനി ഞാൻ പ്രത്യേകം ക്ഷണിക്കണമായിരിക്കും. പോയിട്ട് വരാം. ഞാനാ സുമിത്രേ. നോക്കണ്ട, അനിലമോള് വന്നിട്ടില്ല. മുഷിച്ചിന് തോന്നിയാലും വേണ്ടില്ല, പറയാതിരിക്കാൻ നിർവാഹമില്ല. മോശമായി പോയി സുമിത്രേ, മഹാമോശമായി പോയി. ഇവിടെ സുമിത്രയുണ്ട്, ആണായിട്ട് നിങ്ങളുടെ മോഞ്ചെടുക്കനുണ്ട്. എന്നിട്ട് അനിലമോളെ ഒറ്റയ്ക്ക് കൈനഗിരിയിലോട്ട് വിട്ടത് ശോഭകേടായിപ്പോയി. ഇവിടെ ആരും പറഞ്ഞു വിട്ടതല്ല, അവള് തന്നെ തന്നെ ഇറങ്ങിപ്പോയതാ. അതെനിക്ക് തോന്നി. എന്നാലും വീട്ടിലറിയാതെ മോളിറങ്ങിപ്പോയതെന്ന് ഒരു ഉളുപ്പുമില്ലാതെ സുമിത്ര പറഞ്ഞല്ലോ. അത് അന്തസ്സാണോ? എന്റെ അന്തസ്സിനെ കുറിച്ച് പറയാൻ വന്നതാണോ? അല്ല, ഒരു കാര്യം ചെയ്യാം. ഒരു പാത്രം സംഭാരം ഇങ്ങെടുത്താട്ടെ, അത് കുടിച്ചിട്ട് സംസാരിക്കാം. നല്ല മോര് കാണുമല്ലോ അകത്ത്. ഇവിടെ പശുക്കറവയില്ല. എന്നാ പിന്നെ ചൂട് ചായയോ കാപ്പിയോ ആയിക്കോട്ടെ, ചൂടോടെ ഊതി ഊതി കുടിക്കാവല്ലോ. ഗ്യാസ് തീർന്നിരിക്കുക. അത് ശരി. അപ്പൊ ചുരുക്കത്തി പരുവക്കേടാ. ഇതായിരിക്കും മരുമോള്. അനില പറഞ്ഞു. എന്തുവാ മോടെ പേര്? ലൈല. മക്കളെ, നിനക്ക് വിശേഷം വല്ലതും ആയോ? എന്തൊക്കെ നിങ്ങക്ക് അറിയേണ്ടത്? നോക്ക് നിങ്ങളെ കയറി പൊടി. അപ്പൊ സുമിത്രേ, ഇനി കാര്യത്തിലോട്ട് കടക്കാം. അനില ഞങ്ങളുടെ വീട്ടിൽ വന്നതിന്റെ എഫക്റ്റ് ആയിട്ടാ ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ സ്ഥാനത്ത് സുമിത്രയായിരുന്നെങ്കിൽ ഇപ്പൊ അനിലയും കൂടെ കാണുമായിരുന്നു. കയ്യോടെ അവളെ ഇവിടെ കൊണ്ടുവന്ന് വിടുമായിരുന്നു. ഞാനത് ചെയ്തില്ല. എന്താ? അതെന്റെ ഡീസൻസി. കുട്ടി എന്റെ വീട്ടിലുണ്ടെന്ന് ഇവിടെ വന്നറിയിക്കേണ്ടത് എന്റെ മര്യാദ. വലിയ കാര്യമായിപ്പോയി. വലിയ കാര്യമൊന്നും അല്ലെങ്കിലും ഒരു ചെറിയ കാര്യമല്ല സുമിത്രയത്. ഇതൂടെ കൂട്ടി 4ാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ വരുന്നത്. ഒന്നിരിക്കാൻ പോലും സുമിത്ര പറഞ്ഞിട്ടില്ല. വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ടല്ല സംഭാരം ചോദിച്ചത്, നിങ്ങളുടെ നിലപാടറിയാൻ വേണ്ടിയിട്ടാ. അറിഞ്ഞല്ലോ, പിന്നെന്താ? സുമിത്ര ഒരു കാര്യം മനസ്സിലാക്കണം. ഇല്ലത്തെയോ കോവിലകത്തെയോ അല്ലെങ്കിലും അധ്വാനിച്ച് മാനമായിട്ട് ജീവിക്കുന്നവരാ തങ്കപ്പനാശാരിയും മക്കളും. അത് കുട്ടനാട്ടുകാർക്കറിയാം. രാജേഷ് വൺ വേ ട്രാഫിക് ആയിട്ടല്ല അനിലയെ സ്നേഹിച്ചത്, നായര് പെണ്ണാണെന്ന് കണ്ടിട്ടുമല്ല. പിള്ളേരങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു പോയി. കല്യാണം നടത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ മോൻ അവളെയും കൊണ്ട് ഒളിച്ചോടിയത് എന്തിനാ? നിങ്ങളുടെ മോൾ എന്തിനാ അവന്റെ കൂടെ ഓടിപ്പോയത്? അതിന്റെ ഫലം അവൾ അനുഭവിക്കുന്നുണ്ട്. അവനും അനുഭവിക്കുന്നുണ്ടെന്ന് ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ള സുമിത്രേ. നമ്മൾ വെറുതെ റിവേഴ്സ് കയറി പോയിട്ട് കഴിഞ്ഞ കാര്യങ്ങൾ ചെകഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മുന്നോട്ടുള്ള പോക്കിനെ പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ വന്നതും അതിനാ. എനിക്കേ പ്രത്യേകിച്ചൊന്നും ആലോചിക്കാനില്ല. അപ്പൊ അനിലയുടെ ഭാവിയോ? അത് അവള് തീരുമാനിക്കട്ടെ. അതെ, അതൊരു ഒഴിഞ്ഞു മാറ്റമാണ്. ഒരു പാഴ ഒഴിഞ്ഞു പോകുന്നെങ്കിൽ പോകട്ടെ എന്ന ബുദ്ധി.
അനിലയുടെ കാര്യത്തില് സുമിത്രയ്ക്ക് ഒരു ഉത്കണ്ഠയില്ലേ? ഞാൻ എന്തിനു ഉത്കണ്ഠപ്പെടണം? രാജേഷ് ഫർണിച്ചർ ബിസിനസ് തുടങ്ങാൻ പോവല്ലേ? അതോടെ അവൻ രക്ഷപ്പെടുമല്ലോ, കൂട്ടത്തിൽ അവളും. തീർച്ചയായും. എന്നിട്ട് കട തുടങ്ങുമോ അതോ വെറുതെ ബെഡായി അടിച്ചാണോ? സുമിത്രേ, ഇക്കൊല്ലത്തെ പഞ്ചാംഗത്ത് ചിങ്ങ ഒന്നൊന്നൊരു ദിവസം ഉണ്ടെങ്കിൽ കട തുടങ്ങിയിരിക്കും. തുടങ്ങിയ അവന് കൊള്ളാം. അത് രാജേഷിന് മാത്രമല്ല അനിലയ്ക്കും ഗുണമുള്ള കാര്യമാണെന്ന് വിചാരിച്ചു. മരുമോന്റെ ലൈഫ് ഒന്ന് ക്ലച്ച് പിടിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പണം ചോദിച്ചിരുന്നു സുമിത്രയോട്. തുച്ഛമായ 50,000 രൂപ അവഗണിച്ചു. അത് പോട്ടെ, മകളുടെ കാര്യത്തിൽ സുമിത്രയ്ക്ക് അത്രയും ശുഷ്കാന്തി ഉള്ളൂ എന്ന് മനസ്സിലായി. ചോദിക്കുമ്പോ എടുത്തു തരാൻ കാശിന് കാശ് വേണ്ടേ? അപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ തന്നേനെ. ശരിയാ, ഇല്ലാത്ത രൂപ ഇപ്പൊ എടുത്തോണ്ട് തരാൻ പറ്റുമോ? അതേസമയം പൈസക്ക് പൈസ തന്നെ വേണം താനും. അല്ല, പൈസയുടെ കാര്യമൊന്നും ഞാൻ അല്ലിയോട് മിണ്ടിയിട്ടില്ല കേട്ടോ. ഇന്നലെ വീട്ടിൽ വന്ന് കയറിയ പാടെ പോയി കുളിച്ചിട്ട് വാന്ന് ഞാൻ പറഞ്ഞു. അല്ല, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. വയറ് നിറച്ച് കാപ്പ് കുടിച്ചു. അതുകൊണ്ട് സകലം താമസിച്ചാ ചോറുണ്ടത്. വയറ് നിറച്ചുണ്ണിയും ചെയ്തു. പിന്നെ 5 മണിയായപ്പോ ചായ. ബോട്ടിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ ഷാജിയുടെ കടയിൽ അൽപൂരിയില്ല. പിന്നെ 4-5 ഏത്തപ്പഴം മേടിച്ച് അങ്ങോട്ട് പുഴുക്കി കൊടുത്തു. 8 മണിയായപ്പോ ഞാൻ ചോദിച്ചു, മോളെ വിശക്കുന്നോന്ന്. എന്നൊരു മൂളല്. നല്ല വരത്ത് ഉണക്കമീനും ഒക്കെ കൂട്ടി അത്താഴവും കഴിച്ചു. അനില അങ്ങനെ വാരി വലിച്ച് തിന്നുന്ന കൂട്ടത്തിലല്ല. നിങ്ങൾ വെറുതെ ഓരോന്നും. അവിടെ വന്നപ്പോ അങ്ങനല്ല സുമിത്രേ, കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടായിരിക്കും. എന്നാലും കനത്ത ബോളിങ്ങ. 1 രൂപയ്ക്കും 2 രൂപയ്ക്കും ഒക്കെ അരി തരുമെന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത്. അരി വെറുതെ പുഴുങ്ങി തിന്നാൻ പറ്റുമോ? പച്ചക്കറിക്ക് എന്താ വില? മീനിന് എന്താ വില? ഉണക്കമീനിന് എന്തുവാ വില? ഒരു ഗർഭിണി പെണ്ണ് വീട്ടിലുള്ളപ്പോ എന്തെങ്കിലും ആഹാരം മതിയോ? 1-ാം തരമായിട്ട് ശാപ്പാട് കൊടുക്കണ്ടായോ? ദാണ്ടേ, ഇതെന്തുവാന്ന് സുമിത്രയ്ക്ക് മനസ്സിലായോ? ഞാനെങ്ങനെ അറിയാനാ? പറഞ്ഞു തരാ. അനിലയ്ക്ക് വേണ്ടി വാങ്ങിക്കേണ്ട മരുന്നുകളുടെ കുറിപ്പടിയാ. ഗുളിക, ടോണിക്ക്, സിറപ്പ് എല്ലാം വേണം. കഷ്ടിച്ച് ഇന്നൂടെ കഴിക്കാനുള്ള മരുന്നേ കൊച്ചിന്റെ കയ്യിലുള്ളൂ. ഇവിടെ ഇന്ന് വരെ അവളുടെ മരുന്നേ മുടക്കിയിട്ടില്ല. ഇനി ഞാനും മുടക്കത്തില്ല. കൂട്ടി നോക്കിയപ്പോ ഒരു മാസത്തേക്കൊരു 12,000 രൂപ മെഡിക്കൽ സ്റ്റോറിലാവും. വെറുതെ പെരുപ്പിച്ച് പറയണ്ട. 1000 താഴെ വരും. അത്രയും വരുമല്ലോ. 1000 രൂപ എന്താ മോശമാണോ? പിന്നെ ഭക്ഷണത്തിനുള്ള ചെലവ്, ചെക്കപ്പ്, തേക്കാൻ എണ്ണ, ഉടുക്കാൻ വസ്ത്രം. സുമിത്ര ഒന്ന് കൂട്ടി നോക്കിക്കേ. അതെ, മോള് പ്രഗ്നന്റാന്ന് ഓർക്കണം. അതിന് ഉത്തരവാദിയായ രാജേഷും അവന്റെ വീട്ടുകാരെ അവളെ നോക്കേണ്ടത്. അങ്ങനെ കൈ കഴുകല്ലേ സുമിത്രേ. നമ്മുടെ പിള്ളേര് അല്ല, എന്റെ മോൻ രാജേഷും സുമിത്രയുടെ മോൾ അനിലയും ഈ കാര്യത്തിൽ തുല്യ ഉത്തരവാദികളാ. ഈ വിഷയത്തിൽ സമാസമോ അവരുടെ പങ്ക്. അച്ഛനെന്ന നിലയിൽ രാജേഷിന് ഫർണിച്ചർ കട തുടങ്ങാനുള്ള എല്ലാ ഇടപാടും ഞാൻ ചെയ്തു. അതെന്റെ റിസ്ക്. സുമിത്ര റിസ്ക് ഒന്നും എടുക്കണ്ട. പക്ഷെ പെൺകുട്ടിയുടെ അമ്മയെന്ന നിലയ്ക്ക് സുമിത്ര എന്ത് ചെയ്യും? അതാ എന്റെ ചോദ്യം. 50,000 രൂപ ഇപ്പൊ തരാനില്ലെന്ന് സുമിത്ര പറഞ്ഞു കഴിഞ്ഞു. വേണ്ട, ഒരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മളത് മനസ്സിലാക്കണമല്ലോ. ഞാൻ താഴോട്ട് വരാം. ഒരു 40,000 രൂപ അനിലയുടെ ആവശ്യത്തിനായി സുമിത്ര തരണം. അത് രൊക്കമാണോ, ചെക്കാണോ, ഡ്രാഫ്റ്റാണോ? ഇവിടെ കാശില്ലെന്ന് മലയാളത്തിലല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? അയ്യോ, അപ്പൊ പിന്നെ അനിലയുടെ ആവശ്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? ഫുഡ്, മെഡിസിന്, ചെക്കപ്പ്, ഇതിനെല്ലാം അവളോട് പറ ഇവിടെ വന്ന് നിൽക്കാൻ. ഞാൻ നോക്കിക്കോളാം. എന്നാലും മോക്ക് വേണ്ടി പണം തരത്തില്ല. അത് വല്ലാത്ത വാശിയാണല്ലോ സുമിത്രയെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇമ്മിണി കൂടെ താഴോട്ട് വരാം. ഒരു വിട്ടുവീഴ്ച, ഒരു 30,000 രൂപ തന്നാ മതി. നമുക്കൊരു തീർപ്പിലാക്കാവുന്നേ. ഇവിടെ ഒരു പൈസ തരാനില്ല. കറണ്ട് ചാർജ് പോലും അടയ്ക്കാതിരിക്കുക. അത് ഞാൻ അടച്ചോളാം. സുമിത്ര ഒരു 10,000 രൂപ തന്നാ മതി, ഒരു അഡ്വാൻസ്. ബാക്കി പിന്നെ മതി. 10 രൂപ പോലും തരാനില്ല. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യ്. സൂര്യ കുത്താനിടം പാണ്ഡവർക്ക് കൊടുക്കത്തില്ലെന്ന് ദുര്യോധനം പറഞ്ഞ പോലെ ആയല്ലോ ഇത്. സുമിത്രയുടെ നയത്തിൽ ഒരയവും ഇല്ലെന്നാണോ? ഇല്ല. അത്രയ്ക്ക് കണിശമാണെങ്കിൽ അങ്ങനെ. സുമിത്രയ്ക്ക് സൗന്ദര്യമുണ്ട്, പക്ഷെ മനസ്സിലാ സൗന്ദര്യം ഇല്ല. എന്റെ കാര്യം അങ്ങനെയല്ല.
പുറമേ കാണുന്ന ഈ സൗന്ദര്യം എൻ്റെ ഉള്ളിലുമുണ്ട്. നിങ്ങളുടെ മകളുടെ ഗർഭത്തിന് ഉത്തരവാദി എൻ്റെ മകനാണെങ്കിൽ ആ പെണ്ണിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയിരിക്കും. അതിനിവിടുത്തെ ഒരു പൈസ പോലും എനിക്ക് വേണ്ട. ഭിക്ഷ യാചിക്കാൻ വന്നയാണ് തങ്കപ്പനാചാരി എന്ന് സുമിത്രയ്ക്കൊരു ഭാവമുണ്ട്. അതിന് വേണ്ട. 7-ാം മാസത്തിൽ പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ സുമിത്ര ഇനി അങ്ങോട്ട് വരികയും വേണ്ട. അനില ഞങ്ങളെ വീട്ടിൽ പ്രസവിക്കും. ഞങ്ങൾ നോക്കിക്കോളാം കൊച്ചിനെയും തള്ളയും. സുമിത്രയുടെ കൊച്ചുമക്കളെ ആശാരിമുറ്റത്ത് ഓടിക്കളിച്ച് നടന്നു വളരും. കാണാനെന്നും പറഞ്ഞ് കൈനഗിരിയിലോട്ട് വരല്ലേ. അന്നേരം ഇതായിരിക്കത്തില്ല എൻ്റെ സ്വഭാവം. ഇത് ലാസ്റ്റ് വാക്കാണ്. വല്യേട്ടന്റെ പ്രമേഹ രോഗമൊക്കെ എങ്ങനെയുണ്ട്? നിയന്ത്രണത്തിലാണ്. ഡയബറ്റിസ് വല്യേട്ടന്റെ നിയന്ത്രണത്തിലാണോ അതോ വല്യേട്ടൻ ഡയബറ്റിസിന്റെ നിയന്ത്രണത്തിലാണോ? മാറി മാറി എന്ന് പറയാം. അതത്ര ആശ്വാസമല്ല രഘു. ഇടയ്ക്ക് കൊളസ്ട്രോൾ ശകലം കൂടി. ഒരാഴ്ച ഷട്ടിൽ കളിച്ചപ്പോഴേക്കും ഒക്കെ പോയി. മറ്റേ കാര്യം വല്യേട്ടനോട് പറഞ്ഞു രഘുവേട്ടാ? എന്താ പ്രതിഭേ? ഇവിടെ ഒരു അത്ഭുതം നടന്നു. ഒരു സ്വപ്നം. രഘു ഈ പ്രായത്തിൽ ആരെ സ്വപ്നം കാണാനാ? ഞാനല്ല, പ്രതിഭയാ കണ്ടത്. നന്ദനെ ഞാൻ സ്വപ്നം കണ്ടു. എന്താ? അതേന്നേ, നന്ദൻ ഇവിടെ കാറിൽ വന്ന് ഇറങ്ങുന്നു. നമ്മളെ എല്ലാവരെയും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോകുന്നു. പിന്നെ കണ്ടത് എന്താന്നോ? അമ്മേതേ കൈക്ക് പിടിച്ചു കൊണ്ടുവരുന്നു. അമ്മ കൂളായിട്ട് പടി ഇറങ്ങി വരുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി എവിടേക്കോ പുറപ്പെടുകയായി. അപ്പോഴേക്കും സ്വപ്നം മുറിഞ്ഞു. അമ്മയും കൊണ്ട് അവള് സ്ഥലം വിട്ടല്ലോ, അത്രേ ആശ്വാസം. അതെ, അതത്ര ആശ്വാസമല്ല രഘു. അതെന്താ? സ്വപ്നങ്ങൾ ലക്ഷണങ്ങളാണ്. ചില സൂചനകൾ അവയിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന ശാസ്ത്രം. നന്ദന അമ്മയും കൊണ്ട് പോയതായിട്ടാണ് സ്വപ്നം കണ്ടത്. അതെ. അപ്പോൾ അവളെ അമ്മയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയെന്ന് ചുരുക്കം. അത് നല്ലൊരു നിമിത്തമല്ല. എന്തായാലും അത് വെറും ഒരു സ്വപ്നമല്ലേ. കുഴപ്പാവോ? നിനക്ക് വേറെ ഒരു സ്വപ്നം കാണാനില്ലായിരുന്നു പ്രതിഭ? ഇന്നാവട്ടെ, അതിന്റെ ബാക്കിയായിട്ട് നന്ദന അമ്മയെ തിരിച്ചു കൊണ്ടുവരുന്നതായിട്ട് സ്വപ്നം കാണാം. എന്റെ രഘുവേട്ട മനഃപൂർവ്വമാണോ? അതവിടെ നിൽക്കട്ടെ. ആ പെണ്ണ് വിളിക്കാറുണ്ടോ? ആ, ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് അമ്മയുടെ സുഖവിവരം അറിയാൻ. ചിലപ്പോ ഞാൻ ഫോൺ എടുക്കാറില്ല. കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ട് മാസം 2 ആവുന്നു. അക്കാര്യമൊന്നും ആലോചിക്കാൻ കൂടിയിട്ടാണ് വല്യേട്ടനോട് വരാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ ഇരുന്നാ മതിയോ വല്യേട്ടാ? പോരാ. വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് കേട്ടിട്ടേ ഉള്ളൂ. നന്ദനയുടെ കാര്യത്തില് അത് ഫലിച്ച ലക്ഷണമാ. ആളെ വസുന്ധരാമയുടെ സ്വന്തമായി കഴിഞ്ഞേ. കുന്നത്തൂർ കോവിലകത്തെ ഇളമുറ തമ്പുരാട്ടിയായി വാഴുന്നൂന്നാ എനിക്ക് കിട്ടിയ അറിവ്. അവിടുത്തെ കാർത്തികയാ ഇവൾക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത്. ഈയിടെ സ്പൈവർക്ക് പോരാ, കാർത്തികയ്ക്ക് എന്തോ ഒരു ചേഞ്ച്. നന്ദന ആ പാർട്ടിയും വശത്തായി കാണും. ഇല്ല, അങ്ങനെ വശത്താവുന്ന ടൈപ്പൊന്നും അല്ല കാർത്തിക. ആ, എന്തായാലും നമുക്ക് പാരുണ്ടായാൽ മതിയല്ലോ. ചില വലിയ പ്ലാനുകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഉദയന് പെണ്ണിനെ കെട്ടിയേൽപ്പിച്ചു കൊടുത്തത്. ഇതുവരെ ആയിട്ട് ഒന്നും നടന്നിട്ടില്ല. ഈ കണക്കിന് പോയാ വലിയ താമസമില്ലാതെ നമ്മൾ തന്നെ നന്ദനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ടി വരും പ്രസവത്തിന്. ആറം വരുന്ന വർത്താനം പറയാതെ പ്രതിഭേ. വേണമെങ്കിൽ അവൾ ആ വിദ്യേച്ചിയുടെ അടുത്തെങ്ങനെ പോയി പ്രസവിച്ചോട്ടെ. ഇവിടെ ആർക്കും വയ്യ അവളുടെ പ്രസവം എടുക്കാൻ. അത് പ്രതാപം സമ്മതിക്കുവോ? ചുരുക്കി പറഞ്ഞ ഇവിടെയായിരിക്കും നന്ദനയുടെ ഡെലിവറി. മതി ചേട്ടനും അനിയനും കൂടെ പ്രസവ ചർച്ച നടത്തിയത്. ഞാനൊരു സ്റ്റെപ്പ് കേറി പറഞ്ഞതാ നന്ദനയുടെ പ്രസവത്തെ പറ്റി. നമ്മൾ ഉദ്ദേശിച്ചൊന്നും നടക്കുകയില്ല, അവൾ ഉദ്ദേശിക്കാത്തത് നടക്കുകയും ചെയ്യുന്നാണ് സൂചിപ്പിച്ചത്. ഉദയന് ഈ പുറമേ കാണുന്ന ജാടയെ കൊള്ളുന്ന എനിക്ക് തോന്നുന്നു. എനിക്കും അത് തന്നെയാ തോന്നുന്നത്. കുന്നത്തൂര് ഒരു ബോംബ് വീടുന്ന പ്രതീക്ഷ നന്ദനയുടെ കാമുകന്റെ കാര്യവും ഒളിച്ചോട്ടവും ഒക്കെ അവിടെ അറിയിച്ചത്. ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ടിനി നമ്മൾ നമ്മുടെ വഴി നോക്കണം. വല്യേട്ടൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പ്രതാപനായിരുന്നല്ലോ എല്ലാത്തിന്റെയും കോർഡിനേറ്റർ. നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയാലോ? ആ, പ്രതാപേട്ടനാവുമ്പോ അവിടുത്തെ ഇവിടുത്തെയും കാര്യങ്ങളൊക്കെ അറിയാം.
അതിലൊരു അപകടം ഉണ്ടെന്ന് ഞാൻ രഘുവേട്ടനോട് പറഞ്ഞില്ലേ? എന്താ അപകടം? രണ്ടു വെള്ളത്തിലും ചവിട്ടി നിൽക്കുന്ന സ്വഭാവക്കാരനാ പ്രതാപേട്ടൻ. പുള്ളിക്ക് പുള്ളിയുടെ നേട്ടത്തിൽ മാത്രമാണ് നോട്ടം. അതിനുവേണ്ടിയുള്ള അഭിനയമാണ് പുറമെ കാണിക്കുന്നതൊക്കെ. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെന്താ ചെയ്യാ? സേതുവിന്റെ അമ്മയുടെയും വിൽപത്രത്തില് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വക്കീൽ അന്നേ പറഞ്ഞിരുന്നു. പ്രതാപേട്ടനെ കൂടാതെ നല്ലൊരു ഓഫറുമായി ഞാനും അഡ്വക്കേറ്റിനെ പോയി കണ്ടതാ. ആ പിശാചാണെങ്കിൽ അടുക്കുന്നുമില്ല. ഓഹോ, അപ്പൊ ഞാൻ അറിയാതെ അങ്ങനെ ഒരു മൂവ്മെന്റ് നടന്നു അല്ലേ? അത് വല്യേട്ടാ ഒരു ശ്രമം നടത്തിയെന്നേ ഉള്ളൂ. ഓക്കെ ആവുകയാണെങ്കിൽ വല്യേട്ടനെ അറിയിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ശരി ശരി. എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യമുണ്ട്. പറയൂ. മുന്നാധാരങ്ങളും മറ്റും നോക്കിയിട്ടാണ് ഉദയന്നൂർ വസ്തുവകകളെ പറ്റി നമ്മൾ ഡിസ്കഷൻ നടത്തിയത്. എല്ലാ പ്രോപ്പർട്ടിയും പുതുതായി ഒന്ന് അളന്നു നോക്കുന്നത് നല്ലതായിരിക്കും. അതിന് സർവേറെ ഒന്ന് വിളിച്ചു വരുത്തിയാൽ മതിയല്ലോ. ഭൂമി അളക്കാൻ വരുന്നവർക്ക് കാശ് കൊടുക്കാന്നല്ലാതെ അതുകൊണ്ട് എന്ത് ഗുണമാ ഉള്ളത്? മൊത്തം അളന്ന് തിട്ടപ്പെടുത്തുമ്പോ 5-10 സെന്റ് വ്യത്യാസം വന്നേക്കാം, അല്ലാതെന്താ? പിന്നെ അതിനെ ചൊല്ലി തർക്കം വേറെയും. അളന്നാലും അളന്നില്ലെങ്കിലും സ്വത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം അല്ലേ? സമയം കടന്നു പോവുകയും ചെയ്യുന്നു. പൂട്ടിയലമാരയിൽ പലഹാരം വെച്ചേക്കുന്ന പോലെയാണെന്നാ ഞാൻ രഘുവേട്ടനോട് പറഞ്ഞത്. പെർഫെക്റ്റ് എക്സാമ്പിൾ. നീ പറ. വല്യേട്ടാ, ഒന്നോർത്ത സ്വത്തിന്റെ കാര്യത്തിലല്ല, അമ്മയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം. ഒരു മാറ്റവും ഇല്ലാത്ത കിടപ്പല്ലേ? അത് തന്നെയാ എന്റെ ഹെഡേക്ക്. ഇങ്ങനെയാണെങ്കിൽ എന്റെ കാലശേഷവും അമ്മ ഈ കിടപ്പ് തുടരും. 10ന്റെ വക അനുഭവിക്കാൻ യോഗമില്ലാതെ ഏട്ടൻ കടന്നു പോവുകയും ചെയ്യും. മനസ്സ് വിഷമിപ്പിക്കാതെ രഘു. മരിച്ചതിനു ശേഷം കുന്നത്തൂർ കോവിലകത്തെ ജഗന്നാഥവർമ്മയ്ക്ക് ബ്രാക്കറ്റിൽ 56 വയസ്സ്. ആദരാഞ്ജലികളിന്ന് ഫ്ലെക്സ് വെച്ചിട്ടെന്താ? ജീവിച്ചിരിക്കുമ്പോഴല്ലേ അനുഭവിക്കേണ്ടത്. അർഹതപ്പെട്ടത് പക്ഷേ അനുഭവിക്കാൻ കിട്ടുന്നുമില്ല. അതാലോചിക്കുമ്പോഴാ ടെൻഷൻ. എന്താണെങ്കിലും ടെൻഷനാ. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ. എന്നാ പിന്നെ നമുക്കൊരു പദ്ധതി അങ്ങ് പരീക്ഷിച്ചാലോ വല്യേട്ടാ? പദ്ധതിയോ? എന്ത് പദ്ധതി? സ്വത്തിന്റെ കാര്യം തന്നെയാ. അമ്മ കിടപ്പിലാവുന്നതിന് മുമ്പ് ഉദയനൂര് സ്വത്തിന്റെ കാര്യത്തില് ചില പുതിയ തീരുമാനങ്ങൾ എടുത്തിരുന്നു. എന്ത് തീരുമാനം? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞങ്ങളും അറിഞ്ഞിട്ടില്ല. അതിന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ട് വേണ്ടേ? നമ്മൾ അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നു. മനസ്സിലായോ ഏട്ടന്? ഓക്കെ. എന്നിട്ട് അപ്പോഴേക്കും സേതുലക്ഷ്മി മരിക്കുന്നു, അമ്മ വീഴുന്നു. പിന്നെ എന്തെല്ലാം സംഭവങ്ങൾ. അമ്മയെ പരിചരിക്കേണ്ട ആളാ മൂത്ത മകൾ. എന്നിട്ടിപ്പോ വിദ്യേട്ടത്തി ചെയ്തതോ ഭർത്താവിന്റെ കൂടെ സ്ഥലം വിട്ടു. അപ്പോഴും അമ്മയുടെ കണ്ണിലുണ്ണിയായ നന്ദന ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ചുനാള് മുത്തശ്ശിയെ ശുശ്രൂഷിച്ചു. വലിയ ഗുണമൊന്നുമില്ലെന്ന് കണ്ടപ്പോ കൊച്ചുമോള് ഉഴപ്പാൻ തുടങ്ങി. അതിൻ്റെ ഇടയില് ഉദയന്റെ ആലോചന വരുന്നു. കല്യാണം മുറുകുന്നു. കൂട്ടത്തി നന്ദനയ്ക്ക് പ്രേമപ്പനി കലശലാവുന്നു. ഒളിച്ചോട്ടം, തിരിച്ചുവരവ്, ഒടുവില് കല്യാണം. ഉദയന്റെ കഴുത്തിൽ തൂങ്ങി അവൾ അവളുടെ പാട്ടിന് പോവുകയും ചെയ്തു. ബാക്കി ഒന്ന് ചുരുക്കി പറ. ശരീരത്തിന് ചലനമില്ലെങ്കിലും അമ്മയുടെ മനസ്സ് ചലിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം അമ്മ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി, സ്നേഹം കാണിച്ചവർക്കല്ല യഥാർത്ഥ സ്നേഹം എന്ന്. അങ്ങനെ അമ്മ ഓഹരി വെപ്പിന്റെ കാര്യം ഒന്ന് മാറ്റി ചിന്തിച്ചു. ഈ കിടപ്പിലോ? Yeah.